നമ്മൾ ഇന്നലെ കുറച്ച് മീനൊക്കെ അരപ്പ് പുരട്ടി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതെന്തായാലും ഇന്നെടുത്തൊന്ന് കറി വെച്ച് നോക്കാവേ. ഇതെങ്ങനെ വെച്ചാലായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും ഞാൻ തേങ്ങ വറുത്തരച്ച് വെക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. ഈ തേങ്ങ ശരിക്കും അമ്മ ദുബായിൽ വന്ന സമയത്ത് കൊണ്ടു തന്നെയാണ്. നമ്മൾ തേങ്ങ തിരികിയിട്ട് വെയിലത്തിട്ടൊന്ന് ചെറുതായിട്ട് ഉണക്കിയെടുത്താൽ പിന്നെ ഫ്രീസറിൽ സൂക്ഷിച്ച ഒരുപാട് നാൾ ഇരുന്നോളും കേട്ടോ. ഇങ്ങനെ വറുത്തരച്ച് വെക്കുന്ന കറിക്കൊക്കെ നല്ലതാണ്. ഞാനിവിടെ തീയലിനൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ വറുത്തൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അതേ പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ കൊച്ചുള്ളിയും ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്തേ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വൈഷുവിനെ ഒന്ന് നോക്കാൻ പോയ സമയത്ത് ഇത് കിടന്ന് ചെറുതായിട്ടൊന്ന് കരിഞ്ഞു കേട്ടോ. ഇത് കറിയെ ബാധിക്കുമോ എന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തേ, ഒരു ചെറിയ പുളിക്ക് വേണ്ടിയിട്ട്. നമ്മൾ വറുത്തരച്ച് വെക്കുന്ന മീൻ കറിയിൽ തക്കാളി ചേർക്കുമോ എന്നുള്ള ഒരു ചെറിയ ഡൗട്ടുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ ഇട്ട് കൊടുത്ത് പിന്നെ അരപ്പൊക്കെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തേ. ഈ പുളി ഉണ്ടല്ലോ, ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് അമ്മ എനിക്ക് തന്നു വിട്ടയാണ്. എപ്പോഴെങ്കിലും മീൻ കൂട്ടാനൊക്കെ വെക്കുവാണെങ്കിൽ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇതുവരെ എടുക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ. ഈ ഇടയ്ക്ക് ക്ലീൻ ചെയ്യാൻ നേരത്ത് ഇത് കളഞ്ഞാലോ എന്ന് വിചാരിച്ച്, എന്തിനാ വെറുതെ വെച്ചേക്കുന്നതെന്ന് വിചാരിച്ചിട്ട്. എന്തായാലും അന്ന് കളയാഞ്ഞത് ഇപ്പോൾ ഉപകാരപ്പെട്ടെ. അപ്പം ഞാൻ ആ കഷ്ണമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പിന്നെ പൊതുവെ ഇങ്ങനെ പറയാറുണ്ടല്ലോ, മീൻ കഷ്ണം ചേർത്ത് കൊടുത്താൽ പിന്നെ സ്പൂണിട്ട് ഇളക്കരുതെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ അതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ തിളച്ച് തുടങ്ങിയപ്പോൾ നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും എനിക്ക് നാളത്തേക്കാട്ടോ ഈ കറി. ഞാൻ തലേന്ന് രാത്രിയിലും ഉണ്ടാക്കി വെച്ചത്. അതാകുമ്പോൾ നാളെ ആകുമ്പോഴത്തേക്ക് കുറച്ച് ഉപ്പും പുളിയൊക്കെ പിടിച്ചിരിക്കുമല്ലോ എന്ന് വെച്ചിട്ട്. കണ്ടിട്ടൊരു ലുക്കൊക്കെ ഉണ്ട്, പക്ഷേ ഇനി നാളെ കഴിച്ചു നോക്കുമ്പോൾ അറിയാം ഇതെങ്ങനെ ഉണ്ടെന്നുള്ളത്.